ഗായ്സ്, വെൽക്കം ബാക്ക് ടു ശ്രീ വ്ളോഗ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വെഡിങ്ങിന് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം എൻ്റെ ബെഡ് നിറച്ചിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ബെഡ് നിറച്ചിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റാണ്. അപ്പം ഞാനിത് ഒറ്റയ്ക്ക് അൺബോക്സ് ചെയ്യുന്നില്ല, എൻ്റെ ഹസ്സിൻ്റെ ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇത്രയും ഗിഫ്റ്റ് ഉണ്ട്, ഇത് ഇത്ര അൺബോക്സ് ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും കൂടാണ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് വന്നത്, ഇത് ഇത്രയും കല്യാണത്തിന് കിട്ടിയതും പിന്നെ തലേന്നും കിട്ടിയതും കൂടാ. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ വെയിറ്റിംഗ് ആണ് ഇത് അൺബോക്സ് ചെയ്യാൻ. ഇത് പൊട്ടിക്കേണ്ടത് ഇത്രേ? ഏതാ പൊട്ടിക്കണ്ടേ? ഇതെല്ലാം പൊട്ടിക്കണോ? ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചോണ്ട് നമുക്ക് പൊട്ടിക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ നിന്നൊരു ചെറിയ ലൈറ്റ് എടുത്തുകൊണ്ട് വന്ന് അതിങ്ങനെ ബെഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമെന്ന് കരുതി ചിക്കു അതൊക്കെ എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്യാണ്. മൊത്തത്തിൽ അത് കുരുങ്ങിക്കിടന്നതാണ്. ഇത് വെല്ലിച്ചനും വെല്ലുമ്മച്ചിയാണ്, പിന്നെ ചേട്ടനുണ്ട്, രഞ്ജിത്തണ്ണൻ, ചിക്കു, ഞങ്ങളുടെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു, അച്ഛൻ, അമ്മ. അപ്പം ഇവരെല്ലാവരും എനിക്ക് ഈ ഗിഫ്റ്റ് ഓരോന്നായിട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു തന്നുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ്, ഞാൻ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് അച്ഛനും അമ്മയും വെല്ലിച്ചനും വെല്ലുമ്മച്ചി എല്ലാവരും നിരന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ ഓരോ ഗിഫ്റ്റായിട്ട് എടുത്ത് ഓപ്പൺ ചെയ്തതാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ടോപ്പാണ് ഓപ്പൺ ചെയ്തത്. ഈ ടോപ്പ് എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. ഞാനിത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്തായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു കൃഷ്ണനും രാധയും കിട്ടി. ഈ കൃഷ്ണനും രാധയുടെ ഈ ഒരു ടൈപ്പ് ഫ്രെയിം ഇല്ലേ, അതെനിക്ക് തോന്നുന്നു ടോട്ടൽ 3-4 കണ്ട് കിട്ടി. പിന്നെ കിട്ടിയത് ഫുള്ള് ബൗൾ സെറ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു. ഇങ്ങനത്തെ കുറേ ഗ്ലാസ് സെറ്റുകളുണ്ട്, ജ്യൂസ് സെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെ ഫ്രെയിമുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഈ ഒരു ടൈപ്പ് സാധനങ്ങൾ കിട്ടി. ഇത് ഞാൻ കണ്ടില്ലേ, ബൗൾ സെറ്റിൻ്റെ വേറെ ടൈപ്പായിരുന്നു ഇത്. അതിനകത്ത് എന്തോ സ്റ്റീലല്ല, വേറെ എന്തോ സാധനം മിക്സ് ആയ സാധനം. പിന്നെ നമ്മുടെ പെയിൻറ്റിങ്, ഇങ്ങനെ കഥകളി തന്നെ എനിക്ക് ഒന്നൊരു 3 കണ്ട് കിട്ടിയായിരുന്നു തോന്നുന്നു, കഥകളി. ഇപ്പം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സിലും നേരത്തെ ഞാൻ കാണിച്ച അതേ കൃഷ്ണനും രാധയും ഈ ഒരു ടൈപ്പ് 2-3 കിട്ടിയായിരുന്നു. 2-3 അതോ 4 കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. അതെല്ലാം ഇങ്ങനെ ഒരെണ്ണം കൃഷ്ണൻ രാധയാണെങ്കിൽ ഒരെണ്ണം ഒരു വിഘ്നേശ്വരനാണ്, ഒരെണ്ണം വീണ്ടും ഇതിൻ്റെ തന്നെ ഒരു ചെറുത്, അങ്ങനെ പല ടൈപ്പ് കിട്ടി. പിന്നെ അതായത് ഒരു ചെറിയ ഈ സെയിം സാധനം എനിക്ക് തോന്നുന്നു ശ്രീത്തിൻ്റെ കല്യാണത്തിന് ശ്രീത്തിനൊരു 3-4 കിട്ടി. പക്ഷേ എനിക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ. പിന്നെ കിട്ടിയ കുറേ ഡ്രസ്സുണ്ട്. ഈ ഡ്രസ്സെല്ലാം കൂടെ ഞാൻ ലാസ്റ്റ് ഒരുമിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ ചുരിദാർ പീസുകളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സും പിന്നെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന 2 ആൻറ്റിമാരൊക്കെ വന്നിട്ട് കുറച്ച് സാധനം തന്നായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഡ്രസ്സാണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ പൊട്ടിച്ച് നോക്കുന്നില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെ മേടിക്കുക, പിന്നെ ഫോട്ടോ എടുക്കുക, വീണ്ടും മേടിക്കുക, അങ്ങനെയാണല്ലോ. ഞാനിങ്ങനെ ഓരോ ബോക്സ് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ബാക്കിൽ നിലു ഇരുന്ന് എന്തൊക്കെയോ എക്സ്പ്രഷൻസ് കാണിക്കുന്നത്. ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ്, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോളാണ്, നിലു എന്നാണ് പേര്. നിള പാർവതി, യഥാർത്ഥ പേര് നിള പാർവതി എന്നാണ്, നമ്മൾ വീട്ടിൽ നിലു എന്ന് വിളിക്കും. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ച് തീരാൻ വേണ്ടി വെല്ലുമ്മച്ചിയുടെ മോനായിട്ടോ സൈഡിൽ ഇരിക്കുന്ന ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പൊട്ടിച്ച്, എന്ന് വെച്ചാൽ എനിക്ക് പൊട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കീറി തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മാക്സിമം സ്പീഡ് ഓരോന്നിങ്ങനെ നോക്കി എന്താണെന്ന് കാണിച്ചിട്ട് അത് താപ്പോട്ട് വെക്കുന്നുണ്ട്. കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഉറങ്ങണ്ടേ, അതുകൊണ്ട് ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെ ഇതെല്ലാം ചെയ്തത്. ഈ ഫ്രെയിം എനിക്ക് ഒന്ന് 2-3 കണ്ട് കിട്ടിയായിരുന്നു. ഞാൻ എല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടില്ല, ഇനിയും കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഒരുപാട് ഒരു വലിയ വീഡിയോ ആക്കണ്ട, ഒരു ചെറിയ വീഡിയോ ആക്കി കുറച്ച് കാര്യം മാത്രം കാണിക്കാമെന്ന് കരുതി. അങ്ങനെ കേട്ടോ ഞാനിത് ഇത്രയും കുറച്ച് സാധനം ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇങ്ങനത്തുള്ള പാൻ ഒരു 2 സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു വീഡിയോ വെക്കുമ്പം അന്നേരം എടുക്കാമെന്ന് കരുതി. പിന്നെ അത് ഇപ്പം പൊട്ടിക്കുന്നതിനകത്തൊരു കഥകളിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇതും നമുക്ക് വീഡിയോ വെക്കുമ്പം അവിടെ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഈ 2 സാധനം ഞാൻ പ്രത്യേകം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കിട്ടിയ ഡ്രസ്സിനകത്ത് ഇപ്പം ഞാനങ്ങനെ ചുരിദാറൊന്നും അങ്ങനെ ഇടില്ല. അപ്പം ടോപ്പൊക്കെ കിട്ടിയതെല്ലാം എനിക്ക് കുറച്ച് വലുതായിരുന്നു. അപ്പം ഞാനത് നമ്മുടെ ചേച്ചീൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വെല്ലുമ്മച്ചിയുടെ മോളുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെ കൊണ്ട് ഞാൻ അതെല്ലാം ഷേപ്പ് ചെയ്ത് പിന്നെ ലെങ്ത് കൂടുതലുള്ളതിൻ്റെയൊക്കെ ലെങ്ത് കുറച്ചു. പിന്നെ ചുരിദാറായിട്ടുണ്ടായിരുന്നതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെന്ന് കരുതി.
ഗിഫ്റ്റ് എനിക്ക് പൊന്നു തന്നെയാണ്. കല്യാണത്തിനൊന്ന് വൈകിട്ട് ഇവിടെ റിസപ്ഷന് വന്നപ്പം എനിക്ക് പൊന്നു അപ്പോൾ തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കുന്നു കുറേ വട്ടം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടടേ, ഞാൻ സമാധാനമായിട്ട് പിന്നെ പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊന്നു കല്യാണത്തിന് എടുത്ത ഫോട്ടോ അന്ന് തന്നെ എനിക്ക് ഫ്രെയിം ചെയ്ത് തന്നു. നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം സെക്ഷൻ ആരംഭിക്കുക. അച്ഛന്റെ ഫ്രണ്ട്സ് പക്ഷെ നല്ല രസമുണ്ട്. അത് വേണ്ട മാം, മംഗളോത്രം. വൈഷ്ണവി ജയലക്ഷ്മി താഴെ. കഴിഞ്ഞല്ലോ. നിങ്ങൾ ടീമിന്റെ ആണെങ്കിൽ ഫസ്റ്റ് ടോപ്പ്, ടോപ്പ് പക്ഷെ നല്ല മെറ്റീരിയൽ. ഒരു ചുരിദാറിന്റെ സെറ്റ്. കൂട്ടത്തിൽ ഒരാൾ മാത്രം സാരി. എനിക്ക് നമ്മുടെ വീഡിയോ ഫുൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിൻ്റെ കോലം താണ്ട് ഇങ്ങനെയായി. പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം, പക്ഷെ ഇന്ന് ചെയ്യുന്നില്ല. ഒരുപാട് ലേറ്റായിട്ടല്ലേ വീഡിയോ എടുത്തത് തന്നെ. പിന്നെ രാവിലെ വല്ലതും ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ വീഡിയോ അൺബോക്സിങ് വീഡിയോ, ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ അങ്ങനെ എടുത്തു കഴിഞ്ഞു. ഇന്ന് എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് ഉണ്ട്. എനിക്ക് പൊന്നു തന്നൊരു ഗിഫ്റ്റ്. എന്നോട് പറഞ്ഞ സ്റ്റേജിൽ വെച്ച് അതൊന്ന് ഓപ്പൺ ചെയ്ത് നീ നോക്കുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നു. നല്ല ഫോട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. താങ്ക് യു പൊന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.